കുറച്ച് ദിവസമായാലും നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതുകൊണ്ട് നല്ല അടിപൊളി വീഡിയോ ആയിക്കോട്ടെ. വേറൊന്നല്ല, ഇതുപോലത്തെ ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടാവല്ലോ, അത് റീയൂസ് ചെയ്യാൻ പോവാണ്. ഇതിന് വേണ്ടി ഞാൻ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മുകൾ ഭാഗം കട്ട് തിരിഞ്ഞിട്ടുണ്ട്. ആ ഒരു പോർഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനത്തെ 2 എണ്ണം വേണം. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ പിൻട്രസ്റ്റിൽ കാണുന്ന പോലത്തെ ഹവർ ഗ്ലാസ് ആണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ 2 സൈഡിലും ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചെടുത്തു. ഇനിയാണ് പണി കിട്ടാൻ പോണത്. ശരിക്കും ഇതിന് വേണ്ടത് മണലായിരുന്നു. ഞങ്ങൾ അവിടെ ആണെങ്കിൽ മണലില്ല. ഞാൻ പിന്നെ എന്ത് കാട്ടി, സാൾട്ട് ഉണ്ടല്ലോ അതങ്ങോട്ട് എടുത്തു. പിന്നെ അതിക്ക് കളർ ഒഴിക്കലായി, ഇളക്കലായി, എല്ലാം ശരിയായി. ലാസ്റ്റ് അതിനുള്ളിലേക്ക് അത് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഒട്ടിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഒരു ഹവർ ഗ്ലാസിൻ്റെ ഷേപ്പിലാക്കി കൊടുത്തു. എന്നിട്ട് നിങ്ങൾ തിരിച്ചു നോക്കിയപ്പോൾ സംഭവം ആ സാൾട്ട് ചാടണില്ല. അങ്ങനെ അങ്ങോട്ട് വിട്ടെടുക്കാൻ പറ്റില്ലല്ലോ. ഇതിന് വേണ്ടി ബീച്ചിൽ പോയി മണലൊക്കെ എടുത്തിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു കളർ കാണുമ്പോൾ തോന്നുന്നത് ഇത് കളർ ചെയ്തിട്ടില്ല എന്നാണ്. നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡ്സിൽ ഒരു ബ്ലൂ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കളറിലാക്കി എടുത്തത്. മണൽ അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചു കൊടുത്തു. നേരത്തെ പോലെ തന്നെ ക്ലോസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സെന്ററിലായിട്ട് ഒരു ജൂട്ട് ത്രെഡും അതുപോലെ അതിന്റെ മുകളിലത്തെ ആ ഒരു കാർഡ്ബോർഡിന്റെ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ലൈറ്റ് ബ്ലൂ കളറും കൂടി ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ, സംഭവം റെഡി. എന്തായാലും പാളിപ്പോയി എന്ന് വിചാരിച്ച സംഭവം നമ്മൾ സെറ്റാക്കി എടുത്തില്ലേ. സ്പീഡിൽ ചാടുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയതാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോഴും പറഞ്ഞാൽ മാത്രമല്ല ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുക.